മഹാനാവുന്ന നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹീനെ സ്വീകരിച്ചത് വിശുദ്ധാത്മാവ് കൊണ്ടായിരുന്നു. അങ്ങനെയാണോ? വഹീ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ടാവട്ടെ, മലക്കിൻ്റെ രൂപത്തിൽ വന്നിട്ടാവട്ടെ, അതല്ല ചില ശബ്ദങ്ങളെ കേൾപ്പിക്കലാവട്ടെ, എങ്ങനെയായിരുന്നാലും നബി അതിനെ സ്വീകരിച്ചത് വിശുദ്ധാത്മാവ് കൊണ്ടാണ്. അതിലേക്ക് വിശുദ്ധ ഖുർആൻ ഇശാറത്ത് ചെയ്യുന്നുണ്ട്. ലാ തുഹരിക് ബിഹി ലിസാനക്, നബിയെ തങ്ങൾ നാവ് അനക്കരുത്, ധൃതി കൂട്ടാൻ ചെയ്യണ്ട. ഇത് വിശുദ്ധാത്മാവ് കൊണ്ടാണ് ഇതിനെ സ്വീകരിക്കേണ്ടതും സംഭരിക്കേണ്ടതും. വിശുദ്ധാത്മാവ് കൊണ്ടാണ് ഇതിനെ കേൾക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ ആത്മാവ് വിശുദ്ധമായി തീർന്നാൽ ആ വിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വഹീ റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരായത്ത് മാത്രം അവതരിപ്പിക്കപ്പെടുകയല്ല ചെയ്യണത്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നല്ലേ. അപ്പോൾ 23 വർഷ കാലഘട്ടത്തിൻ്റെ ഉള്ളിലായിട്ട് ദീനിനെ മുഴുവൻ റസൂലിലേക്ക് അവതരിപ്പിച്ചു. ഇനി അതിലാരും ഒന്നും കടത്തേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പം പിന്നീട് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഏതെല്ലാം അഹ്കാമുകളുണ്ടോ ആ അഹ്കാമുകളെയും ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന ആ വാക്യത്തിനോട് ബന്ധപ്പെട്ട സർവ അതിൻ്റെ ഖിറാഅത്തിൻ തജ്വീദിൻ്റെ അഹ്കാമുകൾ, അതിൻ്റെ ഓരോ ഹുറൂഫുകളെ സംബന്ധിച്ചുള്ള ബഹസുകൾ തുടങ്ങി അതിനോട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒരായത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ അവതരിപ്പിക്കപ്പെടുന്ന സമയത്തിനുള്ളിലെല്ലാം കേൾപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധൃതി കൂട്ടാൻ തുടങ്ങിയത്. എല്ലാം കേൾപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ വംസഹു ബി റൂസിക്കുന്ന് കേൾപ്പിക്കപ്പെടുമ്പോൾ തല എങ്ങനെ തടയണം, അവിടുത്തെ ബാഹിൻ്റെ സ്വഭാവം എന്താണ്, അത് മുഴുവൻ തടയണം, അതല്ല അതിൽ നിന്നുള്ള റുബഇനെ തടഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ ഒരു മുടി തടഞ്ഞാൽ മതിയോ എന്ന് പിന്നീട് അയിമ്മത്ത് മശായിഖന്മാർ അവർ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്രത്യേക അടിസ്ഥാനങ്ങളനുസരിച്ച് അവർ തർജീഹ് ചെയ്യപ്പെടുന്ന അഹ്കാമുകളുണ്ടാവും. അത് മുജ്തഹിദീങ്ങൾ പലരും അതിൻ്റെ അഭിപ്രായ വ്യത്യാസക്കാരാണ്. ഓരോ ആളുകൾ തല മുഴുവൻ തടയണമെന്ന് പറഞ്ഞു, ചിലർ റൂസിനെ തടയണമെന്ന് പറഞ്ഞു, ചിലർ ഒരു മുടി തടഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതെല്ലാം ആ നിമിഷത്തിൽ വേറെ സമയമെടുക്കാതെ നബിക്ക് കേൾപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾക്കാണ് തോന്നുന്നു എന്തൊരു അത്ഭുതം അത്. അത് യഥാർത്ഥത്തിലൊരു അത്ഭുതമല്ലത്. കാരണം എന്തുകൊണ്ട്? ആത്മാവിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് കൊണ്ടാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന ആ സമയത്ത് തന്നെ നമ്മളൊക്കെ കേൾക്കണമായിരിക്കും. ആയത്ത് മാത്രമല്ല കേൾക്കണത്, ആ ആയത്തിനോട് ബന്ധപ്പെട്ട എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ ആ നിമിഷത്തിൽ റസൂലുള്ളാഹി കേൾക്കുക എന്നതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു എല്ലാ ടെക്നോളജികളും പഠിപ്പിച്ചു. അത് ആദം നബിൻ്റെ മക്കൾ 2 നിലക്ക് അതിനെ ഉപയോഗിച്ചത് മാത്രം. അള്ളാഹുവിൻ്റെ അമ്പിയാ ഔലിയാ അതിനെ ഉപയോഗിച്ചത് ഇലാഹിയായ അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രലോകം വികസിപ്പിച്ചെടുക്കപ്പെട്ട ഏതെല്ലാം ടെക്നോളജികളുണ്ടോ ഈ ടെക്നോളജികൾ ഇതിനേക്കാൾ അത്ഭുതകരമായ നിലക്കാണ് മഹാന്മാർ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ബഹിരാകാശ സഞ്ചാരം, അത് ബഹിരാകാശ സഞ്ചാരത്തിലേക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് അതിന് പേടകത്തിൻ്റെ ആവശ്യം വന്നു. എന്നാൽ പേടകമൊന്നും ഇല്ലാതല്ലേ റസൂലുള്ള ബഹിരാകാശ സഞ്ചാരം നടത്തിയത്. അതുപോലെ നിമിഷങ്ങളെ കൊണ്ട് പല സ്ഥലത്തേക്കും സഞ്ചരിക്കാൻ അതിന് പ്രത്യേകമായും കൊണ്ട് വികസിപ്പിച്ചെടുത്ത വാഹനങ്ങളിലേക്ക് ആവശ്യമായി. ഈ വാഹനം ഇല്ലാതെ സഞ്ചരിച്ചില്ലേ. ഇപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഞ്ചാരം നോക്കുക. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ബൽഖീസ് രാജ്ഞിയുടെ ആ കട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. നിമിഷങ്ങളെ കൊണ്ട് ആരാ എത്തിക്കണത്? ഏറ്റവും എളുപ്പ സ്വഭാവത്തിൽ എത്തിക്കാൻ ആൾക്ക് ഉത്തരം കൊടുത്തു, നീ കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ പുതിയ ടെക്നോളജിയല്ല, പഴയ അമ്പിയാക്കന്മാർ വികസിപ്പിച്ചെടുത്ത ടെക്നോളജികളാണ്. അത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുക,
എപ്പോഴും കേൾക്കുക തന്നെ, കേൾക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ കേൾക്കാൻ കഴിയുക. അത് നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് അതിനുള്ളതായ അതിൻ്റെ ഉപകരണങ്ങൾ വേണം. അങ്ങനെ ലോകത്ത് നിന്ന് വികസിപ്പിച്ചെടുത്ത ഏതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, തുവിയത്തിൽ അർളു കുല്ലുഹ. അത് നമ്മൾ പറഞ്ഞ എല്ലാം ഒരു കൊടക്കീയിൽ എന്ന് പറഞ്ഞമായിരിക്കണം. ഈ ഭൂലോകത്തുള്ള എല്ലാ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചുള്ള അറിവും എനിക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്ന അതിൻ്റെ മാധ്യമം, അതിൻ്റെ കുവ എൻ്റെ കൈവശമുണ്ട്. അപ്പം ആ നിലക്ക് ഏത് ടെക്നോളജികളും അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അതിനെ ഉപയോഗിച്ചു മറ്റൊരു മാർഗത്തിൽ കൂടി. അതിൻ്റെ ചില പ്രത്യേകമാവുന്ന അതിൻ്റെ വസായിത്ത് അസ്ബാബുകൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ അതിന് ഭൗതികമായി വികസിപ്പിച്ചെടുത്ത അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ എന്താ പറയണമെന്ന് ചോദിച്ചാൽ, വിശുദ്ധമായ ശരീഅത്തിൻ്റെ ഉലൂമ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ കൂടി പഠിപ്പിച്ചാലേ അതാവുള്ളൂ. ഇപ്പോൾ ഖുർആൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടൊക്കെ റസൂലിലേക്ക് എത്തുന്ന ഇൽമ എന്ന് പറയാൻ പറ്റില്ല. റസൂലിലേക്ക് എത്തുന്ന ഇൽമാവണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെ കൈവശപ്പെടുത്തണം. അങ്ങനത്തെവർക്ക് അതുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുള്ളൂ. മറ്റ് ലോകത്തുള്ള എന്ത് ഉലൂമുകളാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. അത് വിലായത്തുണ്ടാവട്ടെ, വിലായത്തില്ലാതെ ആവട്ടെ, ദീനുണ്ടാവട്ടെ, ദീനില്ലാതെ ആർക്കും അതിനെ വികസിപ്പിച്ചെടുക്കാനും ആർക്കും അതുമായി കൊണ്ട് ബന്ധപ്പെടാനും കഴിയും. പക്ഷേ സാധാ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അതിൻ്റേതായ ഭൗതിക സംവിധാനത്തിലേക്ക് അവർക്ക് ആവശ്യമില്ലാതെ മാത്രം. നമ്മൾക്കൊക്കെ സാധാരണക്കാർക്ക് ഭൗതികമാവുന്ന സംവിധാനത്തിലേക്ക് ആവശ്യമാണ്. അപ്പം നമ്മളെ കുട്ടികളെ എല്ലാ ആവശ്യമാവുന്ന എല്ലാ ഉലൂമുകളെയും എല്ലാം കൂടി പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആവശ്യമുള്ള ഉലൂമുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതാണിപ്പോൾ മത ഭൗതിക സമന്വയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കപ്പെടുമ്പോൾ ആ പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രം അതിനനുയോജ്യമായതാവണം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അവിടെ അലട്ടാൻ പാടില്ല. ഇവിടെ AC ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഫാനില്ലല്ലോ, ഇവിടെ ടൈല് വിരിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ വായു കിട്ടണില്ലല്ലോ, ഇങ്ങനത്തെ ഒന്നും കുട്ടിയെ സംബന്ധിച്ച് അലട്ടാനും പാടില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിവുകളെ അഭ്യസിക്കാനും അഭ്യസിപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാക്കാം. അതിൽപ്പെട്ട സംവിധാനങ്ങളാണ് നമ്മൾ ഇന്ന് പഴയമായിട്ടുള്ള ബിൽഡിങ്ങുകളല്ല. നമ്മളൊക്കെ വളരെയധികം ശാസ്ത്രീയമായി പുതിയ നിർമ്മാണ ശൈലിയും അതിൻ്റെ വിദ്യയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് നമ്മളിന്ന് നിർമ്മാണങ്ങൾ നടത്തുന്നത്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത്. അത് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധമാവുന്ന ശരീഅത്തിനെയും അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കേണ്ടതിനൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സംവിധാനങ്ങൾ ശരീഅത്തിനോട് എതിരില്ലാത്ത ഏത് സംവിധാനങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിൽപ്പെട്ടതാണ് ബിൽഡിങ്. അത് സുന്ദരമായിരിക്കുക, ബിൽഡിങ്ങിൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക, പുതിയ നിർമ്മാണ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിന് നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടി ഒരു വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നിർമ്മിക്കപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ നിർമ്മിക്കപ്പെട്ടതായ ഈ ബിൽഡിങ് ഇനി അതിനെ ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ ഉദ്ദേശം പോലെ അതിനെ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ആ നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ ആവശ്യമാവുന്ന അക്കാദമിക് പ്രവർത്തനങ്ങളും ഒക്കെ ശരിക്ക് പ്രവർത്തിച്ചു കൊണ്ടിട്ട് ഇത് ഈ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന, ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു വലിയ സംവിധാനമായി കൊണ്ട് ഇതിനെ വളർത്തിയെടുക്കാൻ ഇതിൻ്റെ കമ്മിറ്റിക്കാരും അതിനോട് പൂർണ്ണമായി സഹകരിക്കാൻ നാട്ടുകാരൊക്കെ അവർ സഹകരിക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് എല്ലാവരോടും പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ.
ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അതൊരു സാലിഹായ അമലായിക്കൊണ്ട് നാളെ ആഖിറത്തിൽ അവർക്കുള്ള നന്മയുടെ റിക്കാർഡിൽ അതിനെ രേഖപ്പെടുത്തി തരട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇനിയൊരു കാര്യം പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം അത് ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യവാരത്തിലായിക്കൊണ്ട് കാസർഗോഡ് കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അപ്പോൾ അതിനോട് എല്ലാവരും സഹകരിക്കണം. അതിലേക്ക് പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം. മാനസികമായും ശാരീരികമായും ഒക്കെ അതിലേക്ക് എല്ലാ നിലക്കുള്ള സപ്പോർട്ടും എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം അത് ചരിത്ര സംഭവമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.